കൊല്ലം ചിതറയിൽ കുടുംബശ്രീ യൂണിറ്റ് സെക്രട്ടറി 12 കുടുംബശ്രീ അംഗങ്ങളുടെ ബാങ്കിൽ അടയ്ക്കേണ്ട 1 ലക്ഷം രൂപയുമായി മുങ്ങി. പെരിങ്ങാട് മഹേശ്വരി കുടുംബശ്രീ യൂണിറ്റ് സെക്രട്ടറി ജമീല ബീവിയാണ് പണവുമായി മുങ്ങി. കഴിഞ്ഞ ഓഗസ്റ്റ് 2018 ചിതറ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും മഹേശ്വരി കുടുംബശ്രീ യൂണിറ്റ് 7,50,000 രൂപ വായ്പയായി എടുത്തത്. കന്നുകാലി വളർത്തലിനും മറ്റുമായാണ് വായ്പ എടുത്തിരുന്നത്. തുക അംഗങ്ങൾ തുല്യമായി വീതിച്ചെടുക്കുകയും ചെയ്തു. ഓരോ മാസവും 26,000 രൂപ വെച്ചാണ് ബാങ്കിൽ തിരിച്ചടവ് ഉണ്ടായിരുന്നത്. കുടുംബശ്രീ യൂണിറ്റിന്റെ മിൻസ് പ്രകാരം ഓരോ മാസവും ബാങ്കിൽ വായ്പ തുക കളക്ട് ചെയ്ത് അടയ്ക്കുന്നതിന് 1 അംഗത്തെ വീതം ചുമതലപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസമായി യൂണിറ്റ് സെക്രട്ടറിയാണ് പൈസ ബാങ്കിൽ കളക്ട് ചെയ്ത് അടയ്ക്കാൻ മറ്റ് അംഗങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇവർ തുക അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. ബാങ്കിൽ ഇവർ ഈ തുക അടച്ചിരുന്നില്ല. ബാങ്ക് പാസ്ബുക്കിൽ ഇവർ തന്നെ തുക അടച്ചിരുന്നതായി എഴുതി ചേർത്തു. ഇവരുടെ ഇടപെടലുകളിൽ സംശയം തോന്നിയ മറ്റംഗങ്ങൾ ചിതറ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെടുകയും ചെയ്തു. തുടർന്നാണ് തട്ടിപ്പ് പുറത്തായിരിക്കുന്നത്. എന്നാൽ പാസ്ബുക്കിൽ ഇവർ 3 പേജോളം കീറിക്കളഞ്ഞിട്ടുമുണ്ട്. പൈസ അടച്ചതായി സ്വന്തം കൈപ്പടയിൽ ഇവർ പാസ്ബുക്കിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് തുക അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. ബാങ്കിൽ നിന്ന് ലഭിച്ച സ്റ്റേറ്റ്മെന്റ് ജമീല ബീവി പലപ്പോഴായി 1 ലക്ഷം രൂപ തട്ടിയെടുത്തതായി കണ്ടെത്തി. യൂണിറ്റ് അംഗങ്ങൾ ചിതറ കുടുംബശ്രീ CDSനും കടക്കൽ പോലീസിനും പരാതി നൽകുകയും ചെയ്തു. ഇതറിഞ്ഞാണ് ജമീല ബീവി മുങ്ങിയിരിക്കുന്നത്. ബാങ്ക് പാസ്ബുക്കിൽ തിരിമറി നടത്തിയാണ് കുടുംബശ്രീ അംഗങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഉഷാകുമാരി പറയുന്നത്. മഹേശ്വരി കുടുംബശ്രീ പെരിങ്ങാട് പ്രവർത്തിക്കുന്നതാണ്. അതിൽ നിന്നും നമ്മൾ ബാങ്കിൽ 7.5 ലക്ഷം രൂപ ലോൺ എടുത്ത് 5 ലോണോളം സംഘാംഗങ്ങൾ കൊണ്ടുചെന്ന് അടച്ചുകൊണ്ടിരുന്നു. പലർക്കും ആശുപത്രി കേസും തൊഴിലുറപ്പിന് പോകുന്നതുമായതുകൊണ്ട് സെക്രട്ടറി അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് പൈസ അടയ്ക്കാമെന്ന് ഏറ്റതുകൊണ്ടും ബാക്കി അംഗങ്ങൾ പൈസ അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇനി അംഗങ്ങൾക്ക് സംശയം തോന്നി ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴേക്കും ബാങ്കുകാർ ആദ്യം നമ്മളോട് പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കണമെന്ന് പറഞ്ഞു. നോക്കിയതിന് ശേഷം അതിൽ നിന്ന് 8 ഷീറ്റ് പേപ്പറിൽ നിന്നും 3 ഷീറ്റ് പേപ്പർ അവർ ഈ സെക്രട്ടറി വലിച്ചു കീറുകയും ബാക്കി പേപ്പറിൽ അവർ സ്വന്തമായി കൈപ്പടയിൽ 4ഓളം ഇത് എഴുതി ഒപ്പിടുകയും ചെയ്തിരുന്നു. അങ്ങനെ ബാങ്കുകാരോട് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് തരണമെന്ന്. അങ്ങനെ അവർ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് തരുമ്പോൾ അവർക്കും അത് ബോധ്യമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ADSനും CDSനും പരാതി കൊടുക്കുകയും അവിടെ ആ പരാതി മുഖാന്തരം ADSൻ്റെ കയ്യിൽ നിന്ന് തന്നെ പരാതി മേടിച്ചു സ്റ്റേഷനിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്തിരുന്നു. സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഇതുവരെയ്ക്കും ഒരു വിവരവും ലഭിക്കുകയോ ഞങ്ങളെ ആരെയും വിളിച്ച് അന്വേഷിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല. നടപടിയെടുത്തതായിട്ട് ഒന്നും അറിയാനും നമുക്ക് സാധിച്ചിട്ടില്ല. ജമീല ബീവിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും ചിതറ ഓയിൽ ഫാം തൊഴിലാളികളുമാണ് ഇവരുടെ തട്ടിപ്പിനിരയായത്. പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് സുശീല പറയുന്നു. ബാങ്കുകാർ ഒപ്പിട്ടതായിട്ട് 3 പേപ്പറും കീറിക്കളഞ്ഞിട്ട് നമ്മളെ കൊണ്ട് തന്നു. നമ്മളത് വിശ്വസിച്ചു. ലാസ്റ്റിലാണ് അറിയുന്നത്. അറിഞ്ഞ ശേഷം പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്ത് ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരു വിവരവും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ പൈസ എങ്ങനെ തിരിച്ചടയ്ക്കും? ഞങ്ങളെക്കൊണ്ട് യാതൊരു നിവർത്തിയില്ല അടയ്ക്കാൻ. ഞങ്ങൾ തൊഴിലുറപ്പിന് പോയും മറ്റുമൊക്കെയാണ് കന്നാലി വളർത്തിയൊക്കെയാണ് ജീവിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് അടയ്ക്കാൻ ഒരു മാർഗവുമില്ല. എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാട്ടിത്തരണം. എന്നാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കടക്കൽ CI രാജേഷ് പറഞ്ഞു. കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ശേഷം